എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്ത് കറി വെക്കുമെന്ന് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറയുന്ന ദിവസം എൻ്റെ മനസ്സിലേക്ക് വല്ല തട്ടിക്കൂട്ട് കറി അല്ലാണ്ട് ഒന്നും വരില്ല. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഇന്ന് വെക്കാൻ പോണത്. ഉരുളക്കിഴങ്ങ് കാളൻ. അപ്പം എങ്ങനെ വെക്കാൻ നോക്കാം, വാ. ഉരുളക്കിഴങ്ങാണ് ഇന്നത്തെ മെയിൻ താരം. നന്നായി കഴുകി തൊലിയോടുകൂടെ തന്നെ വലിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് വഴുതനങ്ങ വെച്ചിട്ടായാലും ചെയ്യാട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിനെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കട്ടോ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. പക്ഷേ ഒത്തിരി മെനക്കേടൊന്നും ഇല്ലാത്ത ഒരു പണിയായതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയം മാത്രമാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഇനി ഒരു കപ്പ് തൈര് എടുക്കുക. ഒത്തിരി പുളിയില്ലാത്ത തൈര് എടുക്കണേ. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. താളിക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കടുകും മുളകും ഉള്ളിയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി പെട്ടെന്ന് റെഡിയായില്ലേ. ഇത് ശരിക്കും നമ്മുടെ കുറുകിയ കാളം പോലെ തന്നെയാണ് ടേസ്റ്റും ആ ഒരു ലുക്കൊക്കെ. നമ്മൾ പ്രത്യേകിച്ച് തേങ്ങ ഒന്നും അരച്ച് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇതാ നമ്മുടെ ഊണിൻ്റെ സമയമായി. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരാം. സൂപ്പറാ, അടിപൊളിയാ.